എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഒളിമ്പ്യാഡിൽ ജയിച്ച് ഇപ്പോൾ അമ്മയോട് സംസാരിക്കുന്ന ജിയാങ്ങിനെയാണ്. അമ്മയുടെ മുന്നിൽ അവന് കിട്ടിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിച്ചവൻ ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കണം, ഇനി ഞാൻ ഇതുമായി മുന്നോട്ട് പോകാനില്ല. അമ്മ ആഗ്രഹിച്ച കണക്ക് ഞാൻ ഇതിൽ വിജയിച്ചു കാണിച്ചു. ആക്ച്വലി അമ്മയുടെ ആഗ്രഹം സാധിക്കുക എന്നതിലുപരി അമ്മ എപ്പോഴും എന്നെ എന്റെ മരണപ്പെട്ട ആ ചേട്ടനുമായി കമ്പയർ ചെയ്ത് സംസാരിക്കാറുള്ളത് കൊണ്ട് എനിക്ക് എന്നെ ഒന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതിന്റെ വാശിപ്പുറത്താ ഞാൻ ഈ മത്സരത്തിന് തയ്യാറായത് തന്നെ. ഇനിയിപ്പോ എന്നെ എന്റെ ഇഷ്ടത്തിന് വിടണം, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ജീവിക്കാൻ എന്നെ അനുവദിക്കണം. ഇനിയും കൂട്ടിലടച്ച കിളിയാവാനായി ഞാൻ തയ്യാറല്ല എന്നെല്ലാം അവൻ പറയുമ്പോൾ അതിന്റെ പേരിൽ അമ്മയും അവനും തമ്മിൽ ഭയങ്കരമായ വഴക്കാകുന്നുണ്ട്. അങ്ങനെ ഇവിടെ വലിയ വഴക്ക് നടക്കുന്നത് അറിഞ്ഞ് ചെറിയും അവളുടെ പേരൻസ് ഒക്കെ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഭയങ്കര വയലന്റ് ആയിട്ട് സ്വയം പരിക്കേൽപ്പിക്കാൻ ഒരുങ്ങുന്ന ജിയാങ്ങിനെയാണ് അവിടേക്ക് എത്തുന്ന ചെറി കാണുന്നത്. അവൾ വേഗം തന്നെ അവനെ തടയാണ്. നീ വാ, ഇവിടെ നിന്ന് വാ, എന്റെ വീട്ടിലേക്ക് വന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് അവൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ അവന്റെ അമ്മയും തടയാൻ നിൽക്കുന്നില്ല, കാരണം അത്രയും വഴക്കായിരുന്നു ഇപ്പൊ ഇവിടെ നടന്നത്. അങ്ങനെ ചെറിയുടെ വീട്ടിലെത്തിയ ശേഷം ചെറിയുടെ റൂമിലിരിക്കുന്ന ടീം അവളുടെ ഡയറി അവൻ കാണുന്നുണ്ട്. അതെടുത്ത് വായിക്കുമ്പോൾ അവൻ അവളുമായി ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ സമയത്ത് എത്രത്തോളം അവൾ അത് കാരണം സങ്കടപ്പെട്ടു എന്നൊക്കെ അവൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നതും ഇപ്പോ അവൻ കൂടെ ഉള്ളപ്പോൾ അവൾ എത്ര ഹാപ്പിയാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ട് അവൻ വളരെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന അവൾ എന്റെ ഡയറി വായിച്ചു അല്ലേന്ന് അവനോട് ചോദിക്കുമ്പോൾ സോറി, അറിയാതെ വായിച്ചു പോയതാണെന്ന് അവൻ പറയുന്ന ടീം സാരയില്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി അല്ലേന്ന അവന്റെ ചോദ്യത്തിന് അതൊക്കെ പഴയ കാര്യമല്ലേ, ഇപ്പൊ അങ്ങനൊന്നും ഇല്ലെന്നല്ല അവൾ പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജിയാങ്ങിനെ അന്വേഷിച്ച് അവന്റെ അച്ഛൻ വരുന്നു. ഇതേ ടീം അവന്റെ ബാക്കി ഫ്രണ്ട്സും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം അറിഞ്ഞ് അവൻ ഓക്കെയാണിപ്പോ ചെറിയുടെ കൂടെയാണുള്ളതെന്ന് കാണുമ്പോൾ അവർക്ക് സമാധാനമാവുന്നു. ഈ സമയത്ത് ഒറ്റയ്ക്കായി പോയിട്ടുണ്ടായിരുന്ന ജിയാങ്ങിന്റെ അമ്മയാകട്ടെ തനിയെ ആ ഒരു ഇമോഷന്റെ പുറത്ത്, ആ ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും പുറത്ത് ഒട്ടും മനസ്സ് ശരിയല്ലാത്ത ആ ഒരു അവസ്ഥയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവർ ആക്സിഡന്റിലാവുന്നു. തുടർന്ന് അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ട്. ജിയാങ് മുന്നേ പറഞ്ഞിരുന്നല്ലോ അവൻ ഈ കോമ്പറ്റീഷന്റെ ഡയറക്റ്റ് എൻട്രി നേടിയെങ്കിലും ആ രീതിക്ക് പോകുന്നില്ല, യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ പോകുന്നില്ല, സാധാരണ ഒരു സ്കൂളിംഗ് ചെയ്യാൻ പോവാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം പാഴാക്കരുതെന്ന് അവനെ ഉപദേശിക്കാനായി സ്കൂളിൽ നിന്ന് അവന്റെ ക്ലാസ് ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയാങ്ങിന്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എന്നാൽ ജീവന ഭീഷണിയാവുന്ന രീതിക്ക് പരുക്കൊന്നുമില്ല. എന്തായാലും ആ ഒരു ടീം അവിടേക്ക് ചെറി എത്തുന്നുണ്ട്. ചെറിയോട് നീ എന്ത് ഇവിടെ നിന്ന് അവളെ കണ്ട് ക്ലാസ് ടീച്ചർ തിരക്കുമ്പോൾ അത് പിന്നെ ഞാൻ ഇവർക്ക് ഫുഡായിട്ട് വന്നു കാണുന്നില്ല ചെറി പറയുന്നുണ്ട്. അങ്ങനെ ജിയാങ്ങിന്റെ അച്ഛനും അമ്മയ്ക്കും അവൾ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതോടെ വെക്കുകയും ജിയാങ്ങിനോട് വാ നമുക്ക് പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയും ചെയ്യുമ്പോൾ അവൻ അച്ഛനോടും അമ്മയോടും പെർമിഷൻ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ചെറിയുടെ കൂടെ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ വളരെ ഹാപ്പി ആയിട്ട് അവളോട് ആ പോകുന്ന കാഴ്ചയെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ അവൻ ഇങ്ങനെ പോകുന്ന കാര്യമൊക്കെ അമ്മ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അമ്മ വേഗം തന്നെ അടുത്തുണ്ടായിരുന്ന അച്ഛനോട് നീ കണ്ടില്ലേ അവൻ ഒരുപാട് മാറിപ്പോയെന്ന് പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പുറത്തെത്തി ചെറിയും ജിയാങ്ങും സംസാരിച്ചിരിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് അവളോട്, എല്ലാവർക്കും ഞാൻ പഴയ ആ ജിയാങ് ആവാൻ ആഗ്രഹം, അതായത് ഗ്രാമത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തെ ആ ജിയാങ്ങില്ലേ, പഠനത്തിൽ മാത്രം ശ്രദ്ധിച്ച് ഒരു കൂട്ടുകെട്ടോ ഒന്നും ഇല്ലാണ്ട് ഇവർ മാത്രം പറയുന്ന രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജിയാങ് അങ്ങനെ ആവണമെന്നോ ഇവരൊക്കെ എന്നോട് പറയുന്നത്, നിനക്ക് എന്നെ പറ്റി തോന്നുന്നത്, ഞാൻ എങ്ങനെ ആവണമെന്നാ നിന്റെ ആഗ്രഹമെന്ന് അവൻ ചോദിക്കുമ്പോൾ നീ എപ്പോഴാണോ ഹാപ്പി ആയിരിക്കുന്നത് ആ നീ ആകണമെന്ന എന്റെ ആഗ്രഹം എന്ന് അവൾ പറയുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം അവനോട് മറ്റാരും പറയാത്ത ഒരു കാര്യമാണത്, അവന്റെ ഉള്ളിലെ ആഗ്രഹമാണത്, അവനായി തന്നെ ജീവിക്കുക എന്നത്. അല്ലാതെ മരണപ്പെട്ട ചേട്ടനെ കണക്ക് തന്നെ മാറ്റിയെടുക്കാൻ നോക്കുന്ന അമ്മയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനോ അമ്മ വരയ്ക്കുന്ന ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാനോ അവന് തീരെ താല്പര്യമില്ല. അവൻ വളരെ സന്തോഷത്തിൽ അവളുടെ തോളിലേക്ക് ചാഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിന്റെ ഇടയിൽ ചെറിയ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടെങ്കിലും ജിയാങ് ക്ലാസ്സിന് ചെല്ലുന്നില്ല. അവൻ കുറച്ച് ദിവസം ഫ്രീ ആയി ഇങ്ങനെ നടക്കാണ്. അവൻ ക്ലാസ്സിലേക്ക് വരാത്ത എന്താ, അവൻ എപ്പോഴാണ് ക്ലാസ്സിൽ വരാൻ പോകുന്നത് എന്നിങ്ങനെ ചെറിയ സ്കൂളിൽ കാണുമ്പോൾ ഒക്കെ തന്നെ ലിയാങ് തിരക്കുന്നുണ്ട്. അതെനിക്കറിയില്ല, അവന് വരാൻ തോന്നുമ്പോൾ വരട്ടെ എന്ന് മാത്രം അവനെ പറ്റി ഒന്നും അറിയാത്ത കണക്കായിരുന്നു ചെറിയ മറുപടി പറയുന്നത്. ലിയാങ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒടുക്കം എന്നെ പറ്റിക്കണ്ട, നിനക്കെന്തായാലും അവന്റെ കാര്യം അറിയാതൊന്നുമില്ല, നീയാണല്ലോ ഇപ്പൊ അവന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അവനിപ്പോ ഞാനുമായിട്ടൊന്നും ഒരു കോണ്ടാക്ട് പോലും ഇല്ല, പിന്നെ നീ അറിയാതിരിക്കുന്നെല്ലാം ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിയാങ്ങും അച്ഛനും തമ്മിലുള്ള ചെറിയൊരു കോൺവെർസേഷൻ ആണ്. അതില് അച്ഛന് ജിയാങ് ഹാപ്പി ആയിട്ടിരിക്കണം, അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നതൊക്കെയാണ് ആഗ്രഹമെങ്കിലും അത് അവന്റെ അമ്മയെ ഒരുപാട് സങ്കടപ്പെടുത്തുമല്ലോ അവനെ എതിർക്കുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കൺസേൺ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജിയാങ് ആകട്ടെ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് ഫുഡ് കുക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ കാണാനായി ചെല്ലുന്നു. അങ്ങനെ അവനുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്ന അമ്മ നിനക്ക് കുക്കിംഗ് ഒക്കെ അറിയാവോന്ന് ഭയങ്കരമായിട്ട് അമ്പരക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പക്ഷെ ആ ഒരു സമയത്തും അവൻ താൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോവില്ല, അവൻ അവന്റെ ഇഷ്ടത്തിനെ പോകൂ എന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. തുടർന്ന് അവൻ കൊണ്ടുവന്ന ഫുഡൊക്കെ എടുത്ത് എറിയുന്ന അമ്മയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇവിടെ കിട്ടിയ വലിയ നല്ല അവസരം വേണ്ടെന്ന് വെച്ച് എന്താണ് ജിയാങ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ തുടർ പഠനം, വിദേശത്ത് പോയി പഠിക്കണം, എന്തായാലും അത് മാത്സിലാവരുത്. മാത്സ് അവൻ ഒരുപാട് വെറുക്കുന്ന സബ്ജക്റ്റ് ആണ്. ഇത്രയും നാള് ഒളിമ്പ്യാഡിലൊക്കെ മത്സരിച്ച് അവൻ അത് ചെയ്തതൊക്കെ അമ്മയുടെ ഒരൊറ്റ നിർബന്ധം കൊണ്ടായിരുന്നു. അവന്റെ മരണപ്പെട്ട ചേട്ടന് മാത്സ് ആയിരുന്നു ഇഷ്ടപ്പെട്ട സബ്ജക്ട്, മാത്സിൽ വലിയ ആളാവണം എന്നൊക്കെ ഉള്ളത് ചേട്ടന്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ മരണപ്പെട്ട തന്റെ മൂത്ത മകന്റെ ആഗ്രഹം ഇളയ മകനിലൂടെ നേടിയെടുക്കാൻ നോക്കിയ അമ്മയുടെ പെരുമാറ്റം അവന് വല്ലാതെ മടുത്തിരുന്നു. എന്തായാലും അവനാകട്ടെ ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നാട് വിട്ട് തന്നെ പോയി ഉപരിപഠനം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു കാര്യങ്ങളെപ്പറ്റി അവൻ കസിനോട് സംസാരിക്കുന്നുണ്ട്. കൂടാതെ
ഈ ഒരു കസിന്റെ അടുത്താണ് അവൻ മനസ്സോർന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവന്റെ വീട്ടുകാർക്ക് പോലും അവന്റെ മനസ്സിലുള്ളത് ഇതാണെന്ന് അറിയില്ല. എന്തായാലും അതിനുശേഷം ആ ചെല്ലുന്ന രാജ്യത്ത് ഒരു എക്സാം പാസ്സാവാനായിട്ടുണ്ട്. അതിന്റെ ചില ബുക്കൊക്കെ എടുത്തു വെച്ച് അവൻ പഠിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ സ്കൂളിലേക്ക് അവൻ എത്തുമ്പോൾ ആ ബുക്കും കൊണ്ടെന്നാണ് അവൻ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പയ്യൻ കാണുകയും ഉടനെ തന്നെ ആ കാര്യം ചെറിയ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്ത് പോയി പഠിക്കാനാണല്ലോ ജിയാങ്ങിന്റെ പ്ലാൻ, നിനക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ല. അവൾ അത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. അവളത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതി ക്ലാസ് കഴിഞ്ഞ ഉടനെ ജിയാങ്ങിന് മുഖം കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് ഈ കാര്യം അറിഞ്ഞിട്ടാണ് ചെറി മാറിപ്പോയതെന്ന് മനസ്സിലാക്കുന്ന അവനും ആകെ ടെൻഷനാണ്. കാരണം അവനത് മയത്തിൽ അവളോട് പറയാനിരിക്കുകയായിരുന്നു. ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും തന്റെ ആഗ്രഹം ഇതാണെന്ന് പറയുമ്പോൾ അവൾ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻ കേസ് അവൾക്ക് അതിനോട് താല്പര്യമില്ല, അവൻ നാട്ടിൽ നിൽക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ നാട്ടിൽ നിൽക്കുക തന്നെ ചെയ്യും. വിദേശത്ത് പോവുക എന്ന അവന്റെ ആഗ്രഹം അവൻ മാറ്റിവെക്കും. അതൊക്കെയായിരുന്നു അവന്റെ മനസ്സിലെ പ്ലാൻ. ഇനി വിദേശത്തേക്ക് തന്റെ കൂടെ വരാൻ അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകാൻ അവൻ ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ എന്തായാലും അവളെ സമാധാനിപ്പിക്കാനായി അവൻ അന്വേഷിച്ചു പോകുന്നുണ്ട്. അപ്പോഴേക്കും ആകെ ടെൻഷനായിട്ടുണ്ടായിരുന്ന ചെറി ഈ കാര്യങ്ങളെ പറ്റി ക്വിന്നിനോട് കംപ്ലൈന്റ് പറയാണ്. അവൻ എന്നോട് പറയാതെ വിദേശത്തേക്ക് പോകാനായി തീരുമാനിച്ചിരുന്നു എന്നൊക്കെ. അത് കേൾക്കുന്ന ക്വിൻ അവൻ മനഃപൂർവ്വം പറയാതിരുന്നതാവില്ല, പറയാനിരുന്നതാവും, എന്തായാലും അതിനൊരു ഗ്യാപ്പ് കിട്ടാഞ്ഞതാവും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാനായി നോക്കുന്നു. ചെറി സമാധാനപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ക്വിന്നാകട്ടെ, ഞങ്ങളാരും അവൻ ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നില്ലല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര സങ്കടമെന്ന് ഒന്ന് കുത്തി സംസാരിക്കുമ്പോൾ താൻ ഇനി സങ്കടപ്പെട്ടിരുന്ന തനിക്ക് അവനോട് ഒരു പ്രണയമുണ്ട് എന്നത് ഇവർക്കൊക്കെ മനസ്സിലാവുമെന്ന് തോന്നുന്ന അവളാകട്ടെ, ആക്ച്വലി അത് സംഭവം ശരിയാണെങ്കിലും അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ മനസ്സിലാതെ വേഗം തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നേരെ ജിയാങ്ങിനെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ ജിയാങ്ങിനെ കാണുന്ന അവൾ അറിഞ്ഞ കാര്യത്തെപ്പറ്റി ഇഷ്ടക്കേടോടുകൂടി ഒരു വാക്ക് പോലും പറയാതെ എനിക്ക് വിശക്കുന്നു, ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാനായി മറ്റു ഫ്രണ്ട്സിനോട് ഇരിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക് ഇവിടെ ഡിസ്കഷൻ ആവുന്നുണ്ട്. ഈ ടീം നീ വിദേശത്ത് പോയി പഠിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് വിചാരിച്ചോ, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാഞ്ഞത്, അത് ഓർക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇമോഷണലായി അവിടെ നിന്ന് ചെറിയ ഇറങ്ങി പോകുമ്പോൾ ജിയാങ്ങും പുറകെ പോകുന്നുണ്ട്. അവർക്ക് സംസാരിക്കാൻ വേണ്ടി ബാക്കി ഫ്രണ്ട്സ് പുറകെ പോകുന്നില്ല. അങ്ങനെ ജിയാങ് ചെറിയോട് പറയുന്നുണ്ട്, ആക്ച്വലി നമ്മൾ കണ്ടുമുട്ടിയില്ലേ ഒരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ആ ഗ്രാമത്തിൽ വെച്ച്, അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇവിടെ ഒക്കെ വിട്ടുപോയി വിദേശത്ത് പോയി പഠിക്കണം എന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ അത് പുറത്ത് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യാതിരുന്നതെന്ന് അവൻ പറയുന്ന ടീം, ഇന്ന് നിന്നോടാരാ പറഞ്ഞത്, ഇത്രയും വർഷം വെറുതെ പോയില്ലേ, നിനക്ക് ഈ നാട്ടില് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് പുറകെയല്ലേ നിന്റെ അത്രയും വർഷങ്ങൾ പോയത്, ആദ്യമേ ഇത് പറഞ്ഞായിരുന്നെങ്കിൽ നടക്കുമായിരുന്നല്ലോ എന്നൊക്കെ അവൾ പറയുമ്പോൾ, അത് നിനക്ക് എന്റെ അച്ഛനെ അമ്മയെ അറിയാത്തത് കൊണ്ടാ, എനിക്ക് ഒരു 3-4 വർഷം വിദേശത്ത് പോയി പഠിക്കണം അത്രമാത്രം ആഗ്രഹമുള്ളൂ, തിരിച്ചാൻ വരും, അല്ലാതെ അവിടെ സെറ്റിൽ ആവണം എന്നൊരു ആഗ്രഹം എനിക്കില്ല. പിന്നെ ഞാൻ മനഃപൂർവ്വം ഇത് നിന്റെ അടുത്തൊന്നും മറച്ചു വെച്ചതല്ല, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായി എനിക്കൊരു സമയം വേണമായിരുന്നു, അത് മാത്രമായിരുന്നു അതെന്ന് അവൻ പറയുന്നുണ്ട്. നീയും എന്റെ കൂടെ വരുന്നോ, നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് അവൻ പറയുമ്പോൾ, 3-4 വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലഘട്ടമല്ല, നീ ഇവിടെ നിന്ന് മാറാൻ പോവല്ലേ, പിന്നെ എന്റെ കാര്യം ഞാൻ വരണോ വേണ്ടിയോന്ന് എനിക്കിപ്പോ അങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ജിയാങ്ങിന് പോകാനായി ഒരു തടസ്സവും ചെറി പറയുന്നില്ല. അവൾ പക്ഷെ അങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. അവൻ പഠനശേഷം തിരിച്ചു വരുമെന്നാണ് അവൾ പ്രതീക്ഷിക്കുന്നത്. അവൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു തീരുമാനമാണ് എടുക്കുന്നത്. എന്തായാലും അവൻ പോകുന്നതിന് മുന്നേ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അവന്റെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അതിനെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ച് പണ്ട് ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നൊക്കെയുണ്ട്. അങ്ങനെ അവിടെ വീണ്ടും ഓരോ കാര്യങ്ങൾ കണ്ടും പറഞ്ഞുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ, നീ തിരിച്ചു വരുമല്ലോ അല്ലേ എന്നിങ്ങനെ അവൾ ചോദിക്കുമ്പോൾ, തീർച്ചയായും ഞാൻ തിരിച്ചു വന്നിരിക്കും, പഠനശേഷം ഞാൻ ഇങ്ങോട്ട് വരാതെ വേറെ എവിടെ പോകാനാ, നിന്റെ അടുത്തേക്കല്ലേ ഞാൻ വരെയുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നതിന് മുന്നേ ഇവിടെ ഇപ്പോ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി ചെറിയ ആ ഒരു പഠനത്തിന് ചെറിയ ഹെൽപ്പ് ഒക്കെ ജിയാങ് ചെയ്തു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതായത് അവൾക്ക് ടഫായിട്ടുള്ള പോർഷൻസ് ഒക്കെ അവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടൊക്കെയാണ് പോകാൻ റെഡി ആവുന്നത്. കൂടാതെ പോകുന്നതിന് മുന്നേ അവൻ നാട്ടിലില്ലാത്തപ്പോഴാണ് അവളുടെ 18ാമത്തെ ബർത്ത്ഡേ വരാൻ പോകുന്നത്. അത് പ്രമാണിച്ച് അവൻ ഹീൽസും ഒരു ലിപ്സ്റ്റിക്കും ഒക്കെ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു. ഹീൽസ് എന്ന് പറഞ്ഞാൽ അവൾ സാധാരണ ഫ്ലാറ്റ് ചെരുപ്പാണ് ഇടുന്നത്. പക്ഷെ ഈ 18 വയസ്സെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഏജ് ആണല്ലോ. അപ്പൊ ആ പ്രായത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് കുറച്ച് ഒരുങ്ങി നടക്കാനൊക്കെ താല്പര്യം ഉണ്ടാകുമെന്ന് അവൻ ഏതോ ഒരു കസിനോട് ചോദിച്ച് മനസ്സിലാക്കി ആ രീതിക്ക് അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തതാണ്. ആ സമയത്ത് ഗിഫ്റ്റ് ചെയ്യാനായി അവൻ അടുത്ത് കാണില്ലല്ലോ എന്ന ഒരു കാര്യം കൊണ്ട് എന്തായാലും അവൻ ഇത്രയും കെയറോടുകൂടി തന്നെ പറ്റി ഓർത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആ ഗിഫ്റ്റ് ഒരുപാട് സന്തോഷത്തോടെ അവൾ വാങ്ങി വെക്കുന്നു. അങ്ങനെ അവൾ അടുത്ത ദിവസം ജിയാങ്ങിനെ യാത്രയാക്കാനായി എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാം നേടിയെടുത്ത് മടങ്ങി എത്തണമെന്നും അവന് വേണ്ടി കാത്തിരിക്കുന്നുവെന്നും ആ ഒരു കാലയളവില് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുതെന്നും അവൾ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ തന്റെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെറി. അവൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി ഇപ്പൊ തനിയെ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ നന്നായി തന്നെ അവൾക്കും ജിയാങ്ങിനും ഇടയിൽ കോണ്ടാക്റ്റും ഉണ്ട്. പക്ഷെ ആ കോണ്ടാക്ട് ദിവസങ്ങൾ മുന്നോട്ട് പോയ പതിയെ കുറഞ്ഞു വരാണ്. പെട്ടെന്നൊന്നും അവനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് റിപ്ലൈ ഇല്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവനവിടെ പഠനത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൂടിയതുകൊണ്ടാകാം അങ്ങനെയെന്ന് അവൾ ഫ്രണ്ട്സിനോട് സങ്കടപ്പെടുമ്പോൾ അവർ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. ജിയാങ്ങിന്റെ ഫാമിലി വലിയൊരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് പോകുന്നുണ്ട്. ജിയാങ്ങിന്റെ പേരൻസ് ഷെയർ മാർക്കറ്റിലും മറ്റും വലിയ തുകയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത് വൻ നഷ്ടത്തില് ആവുമ്പോൾ അവർ ഭയങ്കരമായി തന്നെ പെട്ടുപോകും.
പോകുന്നു. അവരാകട്ടെ ഇടയ്ക്ക് ചെറിയോട് പറഞ്ഞില്ലായിരുന്നു ഭയങ്കര പുച്ഛത്തില്, നിന്റെ ഫാമിലി എവിടെ കിടക്കുന്നു, ഞങ്ങളുടെ ഫാമിലി എവിടെ കിടക്കുന്നു എന്ന്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ചെറിയുടെ ഫാമിലിയുടെ സാമ്പത്തിക സ്ഥിതിയേക്കാൾ വളരെ മോശം ഒരു അവസ്ഥയിലേക്ക് ജിയാങ്ങിന്റെ ഫാമിലി എത്തി നിൽക്കാണ്. അങ്ങനെ അതിനെപ്പറ്റി ചെറിയുടെ അച്ഛനും ഒക്കെ സംസാരിക്കുന്നത് പക്ഷെ ചെറി കേൾക്കുന്നില്ല. കാരണം ഇവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ആ പരിസരത്തൂടെ പോകുമ്പോൾ അവർ ആ സംസാരം നിർത്താണ്, അവളെ അതൊന്നും അറിയിക്കാതിരിക്കാനായി. അങ്ങനെ എന്തായാലും എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി നല്ല രീതിക്ക് പാസ്സാവാനായി ചെറിക്ക് സാധിക്കുന്നു. അവൾ ആ ഒരു സന്തോഷത്തിന് ജിയാങ്ങിന് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊന്നും റിപ്ലൈ വരുന്നില്ല. അവൾ അതിൽ കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ട്. കുറെ കഴിഞ്ഞ് അവൻ റിപ്ലൈ അയക്കുമ്പോഴാണ് അവളുടെ മുഖം ഒന്ന് തെളിയുന്നത്. അവളാകട്ടെ വീട്ടിൽ വന്ന ശേഷം ജിയാങ് വരാറായില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം അവൻ പറഞ്ഞ ഒരു സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടേ, പക്ഷെ അവൻ വന്നിട്ടില്ലല്ലോ. എന്തായാലും അവളാകട്ടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡ് എടുത്തുകൊണ്ട് ജിയാങ്ങിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവൾ പാസ്സായ ഒരു സന്തോഷം പങ്കിടാനായി. പക്ഷെ അവന്റെ ഫാമിലിയിൽ നിന്ന് നല്ല റെസ്പോൺസ് കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും അവിടെ പോകുന്ന അവൾക്ക് അവളോട് കാണിക്കുന്ന ഇഷ്ടക്കേടൊന്നും തിരിച്ചില്ല. ആ ഒരു മനസ്സിലാണ് അവൾ പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവന്റെ വീട് പൂട്ടി കിടക്കുന്നതാണ് അറിയുന്നത്. തുടർന്ന് അവിടെ അടുത്തുള്ള ഒരു മുത്തശ്ശി വഴിയാണ് കടബാധ്യത കാരണം അവർ ഇവിടെ നിന്ന് മാറിയെന്നൊക്കെ അവൾ അറിയുന്നത്. അപ്പോഴാണ് ഈ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്ട്രഗിളിനെ പറ്റി അവൾ അറിയുന്നതും ആകെ ഷോക്കാവുന്നതും. എന്തായാലും ഇവിടുന്ന് ആ ഫാമിലി മാറിയെങ്കിൽ അപ്പോ ജിയാങ് തിരിച്ചു വരുമ്പോൾ അവൻ എവിടെ നിൽക്കും, അവനപ്പോ ഈ നാട്ടിലേക്കല്ലേ വരിക എന്നിങ്ങനെ അവൾക്ക് പല ടെൻഷൻ ആവുന്നുണ്ട്. അവന്റെ ഫാമിലി ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നത് അവൾക്ക് അറിയില്ല. അപ്പോ അവനും ഇനി ഇവിടെ വരാതിരിക്കുമെന്നൊക്കെ പേടിയിൽ അവൾ പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ഇങ്ങോട്ട് വന്ന് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ജസ്റ്റ് ഒന്ന് യാദൃശ്ചികമായി അങ്ങോട്ടേക്ക് എത്തുന്ന അവൾ അവിടെ ജിയാങ്ങിനെ കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം അവൻ നാട്ടിൽ വന്നതോ ഒന്നും തന്നെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഒരു മെസ്സേജോ കോളോ ഒന്നും അവൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ചുമ്മാ ഒന്ന് വന്ന് നോക്കിയപ്പോ പൂട്ടിയിട്ടിരുന്ന അവന്റെ വീടിന്റെ മുന്നിൽ അവനെ കണ്ട് അവൾ ആകെ ഷോക്കായി നിൽക്കാണ്. അങ്ങനെ അവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.